നമസ്കാരം. നമ്മൾ ഇന്ന് ധ്യാന ശ്ലോകത്തിന്റെ 4ാമത്തെ ധ്യാന ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാ ചൊല്ലുന്നത്? അരുണാം കരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈരഹം ഇത്യേവ വിഭാവയേ ഭവാനിം. 4ാമത്തെ ധ്യാന ശ്ലോകമാണ്. നമുക്ക് ഇതിന്റെ അർത്ഥം കൂടി നോക്കാം. അരുണാം കരുണാതരംഗിത അക്ഷീം. അരുണാം ചുവപ്പ് നിറമുള്ളവളെ. ഈ ചുവപ്പ് നിറം ദേവിയുടെ ഈ ധ്യാന ശ്ലോകത്തിൽ തന്നെ ചുവപ്പ് നിറത്തെ ഒത്തിരി പ്രാധാന്യം കൊടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ അരുണ നിറം അല്ലെങ്കിൽ ചുവപ്പ് പ്രകൃതിയുടെ ഒരു ഊർജത്തിന്റെ നിറമാണ് എന്ന് വിശ്വേശ്വരന്മാരൊക്കെ പല ബുക്കുകളിലും പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയുടെ ഒരു ഊർജത്തിന്റെ കളറാണ് അല്ലെങ്കിൽ നിറമാണ് ചുവപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും നമ്മൾ ചുവന്ന പുഷ്പങ്ങളൊക്കെ ചാർത്തുന്നത് അതുകൊണ്ടാണ്. പരാശക്തിയുടെ നിറം തന്നെ ചുവപ്പാണ്. ചുവപ്പ് സമൃദ്ധിയുടെയൊക്കെ ഒരു അടയാളമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് അരുണാം കരുണാതരംഗിത അക്ഷീം. കരുണാതരംഗിത, കരുണ തരംഗമായിട്ട് ഓളം വെട്ടുന്ന അക്ഷീം, അതായത് കണ്ണുകളുള്ളവളെ. കരുണ ഓളം വെട്ടുന്ന കണ്ണുകളുള്ളവളെ. അമ്മയുടെ കണ്ണിൽ എപ്പോഴും കരുണയാണ്. തന്റെ മക്കളോട് എപ്പോഴും സ്നേഹഭാവത്തോടെ ലാളനയോടെ ഉള്ള ഒരമ്മയ്ക്ക് അങ്ങനെയല്ലേ മക്കളെ കാണാൻ സാധിക്കൂ, അല്ലെ? എപ്പോഴും കരുണ ഓളം വെട്ടുന്ന കണ്ണുകൾ ഉള്ളവളെ. അതാണ് അരുണാം കരുണാതരംഗിതാക്ഷീം ധൃത പാശാങ്കുശ പുഷ്പബാണ ചാപാം. ധൃതം ധരിച്ചിരിക്കുന്നവൾ. എന്തൊക്കെ? പാശം, അങ്കുശം, പാശാങ്കുശ പുഷ്പബാണ ചാപാം. മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ധ്യാന ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു അല്ലെ, രാഗസ്വരൂപ പാശാഠ്യം, ഇതെല്ലാം ഇതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞാണ്. അപ്പൊ പാശം, അങ്കുശം, ഇക്ഷുകോദണ്ഡ, കരിമ്പ് വില്ല്, തോട്ടി, പുഷ്പബാണങ്ങൾ, ഇതൊക്കെ ധരിച്ചിട്ടുള്ളവളെ എന്നാണ് ഈ വാക്കുകളിലേക്ക് അർത്ഥം. ധൃത പാശാങ്കുശ പുഷ്പബാണ ചാപാം അണിമ ആദിഭിരാവൃതം. അണിമ ആദിഭിരാവൃതം. അണിമ എന്ന് പറഞ്ഞാല് അഷ്ട ഐശ്വര്യങ്ങളുടെ നിർവടമാണ് അമ്മ എന്ന് പറയും. അതായത് അണിമ, മഹിമ, ഗരിമ, ലഖിമ, ഈശിത്വം, വശിത്വം, പിന്നെ പ്രാപ്തി, പ്രാകാശ്യം, ഇതെല്ലാം ഓരോ ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഈ അഷ്ട ഐശ്വര്യങ്ങളിൽ നിറഞ്ഞ ഒരമ്മ, ഈ ഐശ്വര്യങ്ങൾ അത്രയും, അതായത് അണിമാതിഭിരാവൃത മയൂഖൈഹി, അമ്മയുടെ ആ ആശ്വര്യത്തിന്റെ പ്രകാശത്താൽ ആവൃതയായി നിൽക്കുന്ന, മൂടി നിൽക്കുന്ന, ഈ അഷ്ട ഐശ്വര്യങ്ങളും മൂടി നിൽക്കുന്ന അമ്മയെ അഹം ഏവ ഇതി വിഭാവയെ, ഞാൻ അമ്മയെ ഈ അഷ്ട ഐശ്വര്യങ്ങളും മൂടി നിൽക്കുന്നവളായിട്ട് ഞാൻ വിഭാവന ചെയ്യുന്നു. അതേപോലെ ആ ഐശ്വര്യങ്ങളൊക്കെ എന്നിലും ഉണ്ട് എന്ന് ഞാൻ വിഭാവനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ വിഭാവന ചെയ്യുന്നു. ഈ അഷ്ട ഐശ്വര്യങ്ങളും എന്നിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. പരമേശ്വരി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അമ്മയ്ക്കുള്ള എല്ലാ ഗുണങ്ങളും നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലളിതാ സഹസ്രനാമങ്ങളൊക്കെ നമ്മൾ ഉപാസിക്കുന്നത്. ഈ ഐശ്വര്യങ്ങളൊക്കെയും നമുക്കും കൂടി ഉണ്ട്, എന്നിലുമുണ്ട് എന്ന് ഞാൻ വിചാരിച്ചോട്ടെ അമ്മേ. അമ്മയോട് നമ്മൾ യാചിക്കുകയാണ്, അല്ലെങ്കിൽ അമ്മയുടെ തലത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ട് അമ്മയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും നമ്മളിലും ഉണ്ട് എന്ന് മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുവാനായിട്ടാണ് നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത്. മനസ്സെന്ന് പറയുന്നത് നമ്മളുടെ പിടികിട്ടാത്ത ഒരു കാര്യമാണ്. അപ്പൊ ആ മനസ്സിനെ നമ്മൾ ഉറപ്പിച്ചു നിർത്തിയാൽ, മനസ്സിനെ നമ്മൾ എവിടെയും അലയാതെ ഒരുപാട് ചിന്തകളിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ വിമുക്തമാക്കിയിട്ട് ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ അമ്മ എന്ന പരാശക്തിയിൽ, ആ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയാകുന്ന നമ്മുടെ ശരീരത്തിൽ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയിലേക്ക് നമ്മുടെ ഈ ശ്രദ്ധയെ, നമ്മുടെ മനസ്സിനെ ഏകീകരിച്ചാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ബലവും ഐശ്വര്യവും അഷ്ട ഐശ്വര്യങ്ങളും എല്ലാം തന്നു പോറ്റുന്ന ഒരു അവസ്ഥയാണ് ലളിതാ സഹസ്രനാമ ഉപാസന എന്ന് പറയുന്നത്. അതിനാണ് നമ്മളത് ചൊല്ലുവാനും പഠിക്കുവാനും പറയുന്നത്. എന്തായാലും 4 ധ്യാന ശ്ലോകങ്ങൾ എല്ലാവർക്കും
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പരമേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.